സൈഡ് ടെർമിനേഷൻ ഓഫ് ദ ഹാൻഡ് ആണ്. ഹാൻഡിനെ 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കാർപ്പൽ, മെറ്റാകാർപ്പൽ, ഫലാഞ്ചസ്. ഇൻ ദ ഹ്യൂമൻ ബോഡിയിൽ അനാട്ടമിക്കൽ പൊസിഷൻ ഓഫ് ദ ഹാൻഡ് ഇതുപോലെയാണ്. അതിൽ തമ്പ് എപ്പോഴും ലാറ്ററലിയും ലിറ്റിൽ ഫിംഗർ മീഡിയലി ആയിരിക്കണം. അതിൽ തമ്പ് 2 ഫലാഞ്ചസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതേപോലെ തന്നെ ബാക്കി ഫിംഗേഴ്സിൽ 3 ഫലാഞ്ചസ് ഉണ്ടാവും. നമ്മൾ ബോൺസിൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ ഇവിടെ 2 ഫലാഞ്ചസും ബാക്കിയുള്ള ഇവിടെ 3 ഫലാഞ്ചസും ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഇതിൻ്റെ തമ്പെന്നും ഇതാണ് ഇതിൻ്റെ ലിറ്റിൽ ഫിംഗർ എന്നും. സോ തമ്പ് ഇതാണ് ഇതിൻ്റെ ലാറ്ററൽ സൈഡ്, ഇതാണ് ഇതിൻ്റെ മീഡിയൽ സൈഡ്. നെക്സ്റ്റ് നമ്മൾ സർഫസ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ പാമാ സർഫസസ്, ഇതാണ് ഇതിൻ്റെ ഡോർസ് സർഫസസ്. ഈ പാമാ സർഫസസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കോൺകേവ് ആയിരിക്കും. അതേപോലെ തന്നെ ഡോർസ് സർഫസ് കോൺവെക്സ് ആയിരിക്കും. നമ്മൾ ബോൺസിൻ്റെ കേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു കോൺകേവിറ്റി കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഇതിൻ്റെ പാമാ സർഫസസ്. അതേപോലെ ഇവിടെ നമുക്കൊരു കോൺവെക്സിറ്റി കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതായിരിക്കും ഇതിൻ്റെ ഡോർസ് സർഫസ്. പിന്നെ സർഫസ് കണ്ടുപിടിക്കാൻ വേറൊരു മാർഗ്ഗമുണ്ട്. നമ്മുടെ കാർപ്പൽ ബോണിലെ ഈ ഒരു ബോണിൻ്റെ പറയുന്ന പേരാണ് ഹാമേറ്റ്. ഈ ഹാമേറ്റിന് ഇവിടെ ഒരു ബോണി പ്രൊജക്ഷൻ ഉണ്ട്. അതിനെ പറയുന്നത് ഹുക്ക് എന്ന്. അപ്പോൾ ഹുക്ക് ഓഫ് ദ ഹാമേറ്റ്, ആ ഹുക്ക് ഓഫ് ദ ഹാമേറ്റ് എങ്ങോട്ടാണോ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അതായിരിക്കും ഇതിൻ്റെ പാമാ സർഫസസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഹാൻഡാണ്.